തീപിടുത്തത്തിന് ശേഷം അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയ കാഷ്വാലിറ്റി ബ്ലോക്കാണ് 2 മാസമായി അടഞ്ഞുകിടക്കുന്നത്. മെയ് 2-നാണ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായിട്ട് ഇന്ന് 2 മാസം തികയുകയാണ്. മെയ് 2-നായിരുന്നു ആദ്യ തീപിടുത്തം. പിന്നീട് രോഗികളെ തിരികെ പ്രവേശിപ്പിക്കുന്നതിനിടെ മെയ് 6-ന് വീണ്ടും തീപിടുത്തമുണ്ടായി. തുടർന്നാണ് വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. എല്ലാ ആഴ്ചയിലും ഇലക്ട്രിക്കൽ, PWD, ബയോമെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി കലക്ടർ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ടെങ്കിലും പുരോഗതി ഉണ്ടാകുന്നില്ല. തീപിടുത്തത്തെ തുടർന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തി റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നു. കെട്ടിടത്തിലെ മുഴുവൻ ബ്ലോക്കിലെയും വയറിംഗുകൾ പരിശോധിക്കുകയും ആവശ്യമുള്ളവ റിപ്പയർ ചെയ്യുകയും വേണം. തുടർന്ന് PWDയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പരിശോധന നടത്തണം. ഫയർ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കെട്ടിടത്തിന് വീണ്ടും NOC ലഭിക്കുകയുള്ളൂ. എന്നാൽ അറ്റകുറ്റപ്പണികളിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. MRI UPS റൂമിന്റെ അറ്റകുറ്റപ്പണി മാത്രമാണ് അല്പമെങ്കിലും നടക്കുന്നത്. 195 കോടി മുടക്കിയാണ് PMSSY ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തീപിടുത്തമുണ്ടായതോടെ രോഗികളെ താൽക്കാലിക കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് ഈ താൽക്കാലിക സംവിധാനം. ജനം, കോഴിക്കോട്.